ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് അവിടെ കാണിക്കുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള കർക്കിടക കഞ്ഞിയാണ്. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ തന്നെ കഞ്ഞിയായാലും മരുന്നുണ്ടായാലും ഉലുവപ്പാലായാലും ഒക്കെ നമ്മൾ ഈ കർക്കിടക മാസത്തിൽ തന്നെ കഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും അതിലൂടെ ദഹനം മെച്ചപ്പെടുത്താനും മെറ്റബോളിസം വർദ്ധിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കർക്കിടക മാസത്തിൽ തന്നെ ഇതൊക്കെ കഴിക്കുന്നത്. വളരെ കുറഞ്ഞ ചേരുവയിൽ നമുക്ക് വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് നവര അരിയാണ് എടുത്തിട്ടുള്ളത്. നവര അരി നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ തവിട് കളയാത്ത അരി ഉണ്ടല്ലോ, അതെടുത്താൽ മതി കേട്ടോ. ഇനി അതിൻ്റെ പകുതി നേർപ്പാതി എടുത്തിട്ടുള്ളത് ചെറുപയറാണ്. രണ്ടും എടുത്ത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. കർക്കിടക മാസത്തിൽ 7 ദിവസമെങ്കിലും നമ്മൾ ഈ ഒരു ഔഷധക്കഞ്ഞി കുടിച്ചിരിക്കണം. പിന്നെ ഈ കഞ്ഞി കുടിക്കേണ്ട ടൈം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഇത് കഴിക്കാം. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ വെജിറ്റബിൾസ് വല്ലതും കഴിക്കാം. അതല്ലാതെ ഇറച്ചി മീൻ ഐറ്റംസ് ഒന്നും ഇതിൻ്റെ കൂടെ കഴിക്കരുത്. പിന്നെ കഴിക്കേണ്ടത് ഡിന്നറിനാണ്. പിന്നെ ഈ കഞ്ഞി കുടിച്ചതിന് ശേഷം വേറെ ഭക്ഷണങ്ങളൊന്നും നമ്മൾ കഴിക്കാൻ പാടില്ല. നന്നായി ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. സോക്ക് ചെയ്ത് വെക്കേണ്ട നിർബന്ധമൊന്നുമില്ല കേട്ടോ, പക്ഷേ ഞാനൊരു 10 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഈ വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ വേവിച്ചെടുക്കുന്നതും. അതിലേക്ക് ഒരു 15 മിനിറ്റ് മുന്നേ സോക്ക് ചെയ്ത് വെച്ച ഉലുവയാണ് 2 ടേബിൾ സ്പൂൺ ഉണ്ട്, അത് ആ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ ആശാളിയാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഗുണങ്ങൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. നവരാരി, ചെറുപയർ, ഉലുവ, ആശാളി, ചെറിയ ജീരകം, ഇതിലെല്ലാം അയണും ഫൈബറും ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ്. നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും അസിഡിറ്റി കുറയ്ക്കാനും വിളർച്ച മാറ്റാനും എല്ലാം ഇതിൽ സഹായിക്കുന്നുണ്ട്. ഇനി ഞാൻ എല്ലാം കൂടിയിട്ടൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 10 മിനിറ്റിന് ശേഷമാണ് കേട്ടോ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 3-4 വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഓരോ കുക്കറിനനുസരിച്ചിട്ട് വിസിലിൻ്റെ എണ്ണം കൂടിയും കുറഞ്ഞിട്ടൊക്കെ ഇരിക്കും. ചില കുക്കറിൽ 3 വിസിൽ വേണം, ചില കുക്കറിൽ 5 വിസിൽ വേണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ 4 വിസിലിന് ശേഷം പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷമാണ് കേട്ടോ തുറന്നിട്ടുള്ളത്. അപ്പോൾ അരി നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അരിയും പയറും എല്ലാ ഐറ്റംസും നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളം കംപ്ലീറ്റ് വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഒരു വലിയ തേങ്ങ തന്നെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ 2ാം പാലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ 2ാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അതിലത്തെ കംപ്ലീറ്റ് വെള്ളവും വറ്റിയിട്ടുണ്ടായിരുന്നു. ആ അരി വേവാൻ പാകത്തിലാണ് നമ്മൾ ആദ്യം വെള്ളം വെക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ പാൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പിൻ്റെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഉപ്പിടാതെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ ഉപ്പിട്ടതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ അയമോദകം, 1 ടീസ്പൂണ് ചതവപ്പയും കൂടിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ തേങ്ങാപ്പാലിൽ എല്ലാം ഒന്ന് മിക്സായിട്ട് വരട്ടെ. അതിനുശേഷം ആ പാല് കുറച്ചൊന്ന് വറ്റി വരുമ്പോൾ അതിലേക്ക് 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പാലൊക്കെ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഞ്ഞിയുടെ അളവ് കറക്റ്റായിട്ടാണ് വെള്ളത്തിൻ്റെ അളവൊക്കെ കിട്ടിയിട്ടുള്ളത്. ഈ ഒരു സമയത്ത് 1.5 കപ്പ് 1ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി 1 ടീസ്പൂൺ നെയ്യ് കൂടി ഇട്ട് കൊടുക്കാം. അതല്ല എങ്കിൽ നെയ്യിൽ കുറച്ച് ചെറിയ ഉള്ളി വേണമെങ്കിലും താളിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ നെയ്യ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം അതല്ലെങ്കിൽ ഡിന്നറിന് പകരം അങ്ങനെയാണ് ഇത് കുടിക്കേണ്ടത്. ഞാനിപ്പോൾ ഇത് തയ്യാറാക്കിയിട്ടുള്ളത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരമാണ്. ഒരു ചെറു ചൂടോട് കൂടിയിട്ട് നമുക്ക് അതിൻ്റെ കൂടെ വെജിറ്റബിൾസ് കൂട്ടി കഴിക്കാവുന്നതാണ്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ഈ കഞ്ഞിക്ക് നല്ല ടേസ്റ്റും കൂടിയാണ് കേട്ടോ. വളരെ ഹെൽത്തിയും കൂടിയാണ്. അപ്പോൾ ഈ ഒരു മാസം കർക്കിടകം കഴിയുമ്പോൾ തന്നെ ഒരു 7 ദിവസമെങ്കിലും ഈ ഒരു കഞ്ഞി നമ്മളെല്ലാവരും കുടിച്ചിരിക്കണം. മുതിർന്നവർക്ക് മാത്രമല്ല കുട്ടികൾ ഉൾപ്പെടെ എല്ലാവർക്കും ഈ ഒരു ഔഷധക്കഞ്ഞി കുടിക്കാവുന്നതാണ്. കർക്കിടക കഞ്ഞി തയ്യാറാക്കാനായിട്ട് ഇനി നമ്മൾ കിറ്റ് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഔഷധക്കഞ്ഞിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ വരെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്